ബെത്ലഹേം ധ്യാന കേന്ദ്രത്തിൽ നിന്നും നിങ്ങളുടെ പക്കലേക്ക് വന്നെത്തുന്ന 3 മിനിറ്റ് പ്രാർത്ഥനയിലേക്ക് ഇതാ ഒരു വലിയ സമൂഹം സജ്ജമായിരിക്കുകയാണ്. ഈ നവവത്സരത്തിൽ ഓരോ ദിവസവും നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ വീടിന്റെ ഓരോ മുറികളിലേക്കും വചനമാകുന്ന യേശു കടന്നു വരികയാണ്. കാണുന്നുണ്ടോ? സ്നേഹത്തിൽ നമ്മൾ ശക്തി പ്രാപിക്കണം. ദൈവവചനത്തിന് വളർച്ച ഉണ്ടാകണം. ഓരോ ദിവസവും ഓരോ വചനത്തിലൂടെ പിശാച് തകിടമറിയുകയാണ്. നമ്മുടെ കുടുംബത്തിന്റെ ഭരണം, വ്യക്തികളുടെ നടത്തിപ്പ് ദൈവമായ കർത്താവ് ഏറ്റെടുക്കുകയാണ്. ഇന്നൊരു അത്ഭുത വചനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. നമ്മുടെ കുടുംബത്തിന് പുതിയ ഭാവം തരും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം പ്രവർത്തിക്കുവാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. മകളെ, ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ അല്ലലില്ലാതെ ജീവിക്കണമെങ്കിൽ, ഓരോ കുടുംബവും അത്ഭുതാവഹമായി വളരണമെങ്കിൽ ഇന്നത്തെ വചനം ഏറ്റുപറഞ്ഞു നോക്ക്. എന്റെ ഹിതമല്ല, എന്നെ അയച്ചവന്റെ ഹിതം നിറവേറട്ടെ എന്ന്. മകളെ, ഏത് വലിയ ദുഃഖത്തിലും, എത്ര വലിയ ആത്മനൊമ്പരത്തിലും ഇത് ദൈവമായ കർത്താവ് നമ്മോട് പറയുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ. മാതാവ് പറഞ്ഞില്ലേ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ ഇനി നിറവേറട്ടെ എന്ന്. മാതാവ് പറഞ്ഞതും യേശു പഠിപ്പിച്ചതും ഒറ്റ കാര്യമാണ്. സ്വന്തം ഇഷ്ടം നോക്കാതെ ദൈവത്തിന്റെ ഇഷ്ടം നോക്കുക. എനിക്ക് എന്റേതായ ഒരു പ്രോജക്റ്റും ഇല്ല എങ്കിൽ, ചെറിയ കാര്യങ്ങളിൽ പോലും എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല എങ്കിൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദൈവമേ, എന്റെ ഹിതമല്ല, അങ്ങേ ഹിതം നിറവേറട്ടെ എന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ലഭിക്കാതെ പോയതിനോർത്ത് പരാതി ഉണ്ടാകുകയില്ല. തരാത്തവർക്ക് എതിരെ പിറുപിറുക്കുകയില്ല. അസൗകര്യങ്ങളെ ഓർത്ത് അസ്വസ്ഥനാകുകയില്ല. വേദനിപ്പിച്ചവരെ ഓർത്ത് ഹൃദയം അടച്ചു കളയില്ല. നഷ്ടങ്ങളിൽ നിരാശരായി പോകില്ല. യഥാർത്ഥമായ നിധി ഈശോയാണെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാം ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കണേ, സ്വന്തം സ്വപ്നങ്ങളില്ലാത്തവർക്ക് സങ്കടങ്ങൾ ഉണ്ടാകുകയില്ല. എല്ലാം ദൈവത്തിന്റെ പരിപാലനയിലാണ് നടക്കുന്നത്. പിതാവായ ദൈവമേ, എന്റെ ഇഷ്ടമല്ല, അങ്ങേ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും, ഓരോ യുവതി യുവാക്കന്മാർക്കും, ദമ്പതികൾക്കും അവരുടെ ജീവിതത്തിൽ അത്ഭുതാവഹമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഇന്നത്തെ തിരുവചനം ആവർത്തിച്ച് ചൊല്ലുകയും ഇത് ഷെയർ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന സർവ്വമക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങൾ, അഭിഷേകങ്ങൾ, കൃപകൾ വന്നു നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.